മറ്റേ കാവുകൾ വെട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ സർപ്പക്കാട്, വൈലോപ്പള്ളിയുടെ സർപ്പക്കാട് എന്ന് പറയുന്ന കവിതയൊക്കെ വെട്ടിയെരിച്ചേൻ ഞാൻ ആ കാട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം ഈ മന ഇതല്ല എന്നുള്ള വലിയ തർക്കം ഉണ്ടായിരുന്നു. കൂടല്ലൂര് മനയാണ്. പ്രത്യേകിച്ച് ആ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ സംഗമ ഗ്രാമത്തിലെ മാധവൻ. അറിവ് നമ്മളിൽ നിന്ന് പോയി ഒരു ട്രാക്ക് മാറി ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് വന്ന് വേറൊരു കുപ്പിയിലൂടെ ഇത് ഇപ്പുറത്ത് കൂടെ വേറെ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ആ സൂനഹദോസിന്റെ കാനോനുകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അത് നിരോധിക്കുന്നു, ഇത് നിരോധിക്കുന്നു, മറ്റത് നിരോധിക്കുന്നു, നിരോധനങ്ങളുടെ പട്ടികയാണ്. അപ്പൊ അതുപോലെ ഒരു ഭാഷയ്ക്കുള്ളില് മാത്തമാറ്റിക്സിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു കടവയാതി. ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യാലിറ്റിയിലുള്ള ഒരു ഗവേഷണമൊന്നും അല്ല എൻ്റെ ഒരു പാഷനാണിത്. ശിഷ്യന്മാരുടെ ശിഷ്യൻ പോലും മാധവനെ കുറിച്ച് എഴുതുന്ന സമയത്ത് പറയേണ്ടി വരുന്നൊരു സമയത്ത് ഗോളവാദം എഴുതിയ മാധവൻ എന്നാണ്. ഇതൊരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണല്ലോ എന്ന് നമുക്ക് തോന്നി. പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ലഗ്നപ്രകരണേ സപ്തമോധ്യായ. മിസ് വിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം ലിറ്റി ചാക്കോ മാമാണ്. ഗവേഷകയാണ്, മലയാള അധ്യാപികയാണ് അല്ലെ? മാം ഒരു മലയാള അധ്യാപികയാണ്. പക്ഷെ മാത്തമാറ്റിക്സിന്റെ പിന്നാലെ പോയ ഒരാളുടെ പിന്നാലെയാണ് മാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മാമിന്റെ എന്താ പറയുക ഒരു വഴി, നാൾ വഴികൾ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ചർച്ചയായിട്ട് നിൽക്കുന്ന കാര്യം. അപ്പൊ ആ ഒരാളെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്ന് പറയണോ എന്നുള്ളത് മാമിന് തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആരാണ് സംഗമ ഗ്രാമമാധവൻ എന്ന് പറഞ്ഞു തുടങ്ങണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എത്തിയെന്ന് പറയണോ? എന്തായിരിക്കും നല്ലത്? എങ്ങനെ ഇതിലെത്തിയെന്ന് പറയാം. എന്നിട്ട് നമുക്ക് മറ്റേ കാര്യം. അപ്പൊ എങ്ങനെയായിരിക്കും മലയാള അധ്യാപികയായിട്ടുള്ള ഒരാള് ഒരു മാത്തമാറ്റീഷ്യന്റെ പിന്നാലെ പോകുന്നത്? സത്യത്തിൽ അതങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല. ഞാന് വളരെ യാദൃശ്ചികമായിട്ടൊക്കെ ഇങ്ങനെ ഒരു വഴിയിലൂടെ വന്ന് പെട്ടതാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പണ്ടിങ്ങനെ ഒരുപാട് ഇങ്ങനെ കഥകളും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ബാല്യമൊക്കെ ആണല്ലോ നമുക്കുണ്ടായിരുന്നത്. നമുക്കൊന്നും അങ്ങനെ ഫോണുകളുടെ ഒന്നും കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നവരല്ല. അപ്പൊ കുറെ കഥകള്, കുറെ എന്താ പറയാ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാവുന്ന കുറെ നാട്ടറിവുകള്, ഇതൊക്കെ നമ്മളാവാൻ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. അപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങള് നമ്മൾ ഈ സയൻസ് മാസികകള്, പ്രത്യേകിച്ച് യുറീക്ക അങ്ങനെ പറയുന്ന കുറച്ച് ബാലമാസികകളൊക്കെ ഉണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ മത്സരങ്ങള്, എന്താണ് 4ാം ക്ലാസ്സിലൊക്കെ ഒരു പരീക്ഷയൊക്കെ ഉണ്ട്, സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ ഉണ്ട്. 4-7 ക്ലാസ്സുകളിലൊക്കെ പരീക്ഷകളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു പഴയ ഒരു ബാല്യകാലൊക്കെയാണ് എനിക്കുള്ളത്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള കഥയാണ് എന്താണ്, അമ്മിക്കല്ലിൽ തലവെച്ച് കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ നക്ഷത്രങ്ങളെ കണക്കുകൂട്ടലൊക്കെ കണ്ട് പിടിച്ചിട്ടുള്ള ആളുടെ കഥയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള കഥയാണ്. അത് ഇങ്ങനത്തെ കുറെ ഇല്ല അത് ആരാണെന്നോ അദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കഥയെ പറ്റി ഇങ്ങനെ വളരെ അതിശയോക്തിയുള്ള ഒരു കഥയെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാർ പറയുന്നത് ഇത്തരം കഥകൾ നിങ്ങൾ കേൾക്കും, പക്ഷെ ഇതൊന്നും സയൻസ് അല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഥ കേട്ടിട്ടുള്ളത്. വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ തന്നെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു സയൻസ് വേണം, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഒരു എന്താ പറയാ ഒരു നിലനിൽക്കുന്ന ഒരു എന്താ പറയാ, നമ്മൾ അന്ധവിശ്വാസത്തിൽ പോയിക്കൂടാ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൊക്കെയാണ് നമ്മളും വളരുന്നത്. പണ്ട് പ്രത്യേകിച്ച് ഈ വാനനിരീക്ഷണം, ജ്യോതിശാസ്ത്രം, ജ്യോതിഷം അതൊക്കെ ഒരു മിക്സ് ആയിട്ട് അവിയലായിട്ട് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുകയും കൂടിയാണല്ലോ. അപ്പൊ ഇതൊക്കെ കുറെ കൂടി നമ്മളിങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. മറ്റേ കാവുകൾ വെട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ സർപ്പക്കാട്, വൈലോപ്പള്ളിയുടെ സർപ്പക്കാട് എന്ന് പറയുന്ന കവിതയൊക്കെ വെട്ടിയെരിച്ചേൻ ഞാൻ ആ കാട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം മറ്റേ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നതിന് ശേഷം ജന്മി പട്ടിണിക്കാരനായി മാറുന്നൊരവസ്ഥയുണ്ട്. കർഷകന്റെ ഭൂമിയും കൊണ്ട് പോകുന്ന സമയത്ത് ഇയാൾക്ക് പണിയെടുക്കാനുള്ള സ്കില്ലില്ല, ഭൂമിയുണ്ട്, ഇതെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വരണ സമയത്ത് ഏറ്റവും വളക്കൂറുള്ള മണ്ണ്, കാവ് മാത്രമാണ് ഇയാളുടെ സമ്പാദ്യം. അപ്പൊ ഈ കാവിനെ വെട്ടിയെരിച്ച് ആ വളക്കൂറുള്ള മണ്ണിൽ നാണ്യവിളകൾ നടാനുള്ള ആഹ്വാനം ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു കവിതയാണ് ഈ സർപ്പക്കാട്. പിന്നെ ഒരു ഞാഞ്ഞൂല് കടന്നു പോകുമ്പോ അതിന്റെ മേലേക്ക് ഒരു കല്ലെടുത്തിട്ടിട്ട് ദാ പോകുന്നു പുതിയ തലമുറയുടെ നാഗത്താന്മാർ എന്ന് പരിഹസിക്കുന്ന, കാരണം ആ സർപ്പകോപമൊക്കെ ഒന്നുമല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു, എനിക്കും ഇഷ്ടം അതൊക്കെ തന്നെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എനിക്കും ഇഷ്ടം അതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കഥകളാണല്ലോ ബാക്കിയാവുക.
അതൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ചില നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ വരച്ചിട്ടേക്കണ ചില ചിത്രങ്ങളൊക്കെ കുറെ കഴിയുമ്പോഴാണ് ഞാൻ സെന്റ് ജോസഫിലൊക്കെ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരാനുള്ള കാരണം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കേട്ടിട്ടുള്ള കഥകൾക്കൊക്കെ ചില സ്ഥലങ്ങളുമായി ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഇപ്പൊ ദൃഗണിതത്തിലും ചിലപ്പോ ഇങ്ങനത്തെ ആ പേരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊരു കഥ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഘടകമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ദൃഗണിതം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് തന്നെയുണ്ട്. ദൃക്കരണം, അതായത് കണ്ണുകൊണ്ട് നോക്കി എടുക്കുന്ന ഗണിതങ്ങൾ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ ദൃഗണിതത്തിന്. അപ്പൊ ചിലപ്പോ അതൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെയൊക്കെ കഥ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അത് കണ്ണുകൊണ്ട് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ശാസ്ത്ര സത്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഒരു ടെക്സ്റ്റ് തന്നെയുണ്ട് നമുക്ക് ദൃഗണിതം എന്ന് പറഞ്ഞിട്ട് ഒരു മാത്തമാറ്റിക്കൽ ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റ് തന്നെയുണ്ട്. അത് ഈ മാധവന്റെ ലീനിയേജിലുള്ള ഒരു ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോ ആ പേരും ചിലപ്പോ ഇങ്ങനത്തെ ഒരു കഥകൾക്കൊക്കെ കാരണമാവാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മളോട് ഇങ്ങനെ ഇരിങ്ങാലക്കുടയിലായതുകൊണ്ടായിരിക്കാം പല തലങ്ങളിൽ നിന്ന് നമുക്കിങ്ങനെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. എവിടെയാണ് ഇങ്ങനെ ഒരു ഇരിങ്ങാലക്കുടക്കാരൻ? കാരണം സംഗമഗ്രാമ മാധവൻ എന്ന ഒരു പേര് കുറെ കൂടി പോപ്പുലർ ആയി വന്നു. ജോർജ് ഗീവർഗി സാറിന്റെ പുസ്തകമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അത്രയും ഫേമസ് ആക്കാൻ കാരണം. കാരണം ക്രസ്റ്റ് ഓഫ് പീക്കോക്ക് ഇറങ്ങിയതിനു ശേഷമാണ് കേരളീയ ഗണിത സരണി ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതിനുള്ളിലും ഇത് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാഞ്ചസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചിന്റെ ഒരു ഔട്ട്പുട്ടൊക്കെ വരുന്ന സമയത്ത് കുറെ കൂടി ആധികാരികത ഈ ഒരു വിഷയത്തിലുണ്ട് എന്നൊക്കെ വരാനുള്ളൊരു കാരണം ചിലപ്പോൾ ക്രസ്റ്റ് ഓഫ് പീക്കോക്ക് ഒക്കെ ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേര് ഇത് പ്രത്യേകിച്ച് യൂറോപ്പിലാണ് അത് കൂടുതൽ ഇത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ കോളേജിലും നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെവിടെയാണ്? കാരണം അവരാണല്ലോ ഈ ഡീപ്പ് ലെവലിൽ മാത്തമാറ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സ്വാഭാവികമായിട്ട് ആ സ്ഥലത്ത് നമുക്കറിയുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ചോദ്യങ്ങൾ വരുന്ന സമയമൊക്കെ ഉണ്ടായി. അപ്പൊ അവിടെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെയുള്ളതൊക്കെ. അങ്ങനെ അപ്പൊ അവര് ആരാണ് ലിറ്റി ഇങ്ങനെ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് സത്യത്തില്. തുടക്കമൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ എങ്ങനെ ഒരു വിഷയത്തിലേക്ക് വന്നേ എന്നൊക്കെ. പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത്, ഞാൻ ഈ ഒരു അന്വേഷണമായിട്ട് ചെല്ലുന്ന സമയത്ത് ആ വീട്ടില് ഇങ്ങനൊരാള് അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കഥകൾ അവര് കേട്ടിട്ടുണ്ട്. അത് ഇരിങ്ങാലപ്പള്ളി മനക്കാര് ആ മനയിൽ അവർ 2 ശീലയൊക്കെ എടുത്ത് കാണിച്ചു തരും. അവിടെ ചെല്ലുമ്പോ ഇതിവിടെ ആരോ ഇതിന്റെ മേലെ കിടന്നിട്ടാണ് അമ്മിക്കല്ല് എന്ന് പറയുന്ന ഒരു സാധനം മാറി ഒരു നമസ്കാരക്കല്ലിന്റെ മേലെയാണ് വേറെ ചില ഒരു നീക്കങ്ങളിലേക്കാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുക. അപ്പൊ അവിടെ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട് എവിടെയോ. അപ്പൊ അവരും ചില കഥകൾ പറയണു. ഞാൻ ആ നാട്ടിലെ ഫോക്ലോർ മുഴുവൻ എടുത്തു. ഫോക്ലോർ എടുക്കുന്ന സമയത്ത് ആ നാട്ടില് ഈ പറഞ്ഞ പോലെ ഈ മനയില് വളരെ വിശേഷപ്പെട്ട ബുദ്ധിയുള്ള ഒരാളുണ്ടായിരുന്നു. അവർ പണ്ട് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അവിടെ ഒരു വാനനിരീക്ഷണശാല ഉണ്ടായിരുന്നു പ്രദേശത്ത്. അങ്ങനെയും നമ്മളോട് ചില കഥകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ആളുകൾ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ കൂടി ഇങ്ങനെ കൂട്ടി വെച്ച് പോകുമ്പോ നമ്മളിങ്ങനെ ആ സ്ഥലം പിന്നെ നമ്മൾ കുറെ കൂടി ഇങ്ങനെ ഡീപ്പർ സ്കാനിൽ ഇടുമല്ലോ. നമുക്കൊരു ബൗണ്ടറി വാൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ പറ്റും. ആ സ്ഥലത്തേക്ക് എന്നെ എത്തിക്കുന്നത് സത്യത്തില് ഉള്ളൂരിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. കേരള സാഹിത്യ ചരിത്രത്തിലൊക്കെ ഉള്ളൂര് ഈ സ്ഥലം കുറെ കൂടി അച്യുത പിഷാരടിയുടെയും ശർമ്മയുടെയും ഒക്കെ റെഫറൻസുകൾ എടുത്തിട്ട് ഉള്ളൂർ അതിനെ ഒരു സ്ഥലത്തേക്കൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വരുന്നത്, ആ ലൊക്കേഷൻ ഒന്ന് ഫിക്സ് ചെയ്യുന്നതൊക്കെ കുറെ കൂടി ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിലൊക്കെയാണ് അതിനൊരു നിരീക്ഷണം എന്ന നിലയിലൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇപ്പൊ മാം പറഞ്ഞപ്പോ നിരീക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആലോചിച്ചാണ്, അതിപ്പോ ഇരിങ്ങാലപ്പള്ളി മനയിൽ തന്നെയാണോ അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ചില പോയിന്റുകൾ അതൊക്കെയാണെന്ന് തോന്നുന്നില്ല. ഉറപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും മുമ്പും പിമ്പും മാധവന് മുൻപും പിൻപും ഈ മന അവിടെ ഉണ്ട്. കാരണം ഈ മന ഇതല്ല എന്നുള്ള വലിയ തർക്കം ഉണ്ടായിരുന്നു. കൂടല്ലൂര് മനയാണ്. പ്രത്യേകിച്ച് ആ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ സംഗമഗ്രാമത്തിലെ മാധവൻ. ഓക്കെ, അപ്പൊ സംഗമഗ്രാമം എന്നുള്ളതിന് മലയാളം അർത്ഥം കൊടുത്താല് കൂടല്ലൂർ എന്ന് വായിക്കാം. ഒരുമിച്ച് ചേരുന്ന കൂടൽ ഊർ എന്ന് പറയുന്ന സംഗമം ഗ്രാമം എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ മലയാളം അർത്ഥം കൊടുത്താൽ വേണമെങ്കിൽ കൂടല്ലൂർ എന്ന് വായിക്കാം. പക്ഷെ മാധവന്റെ അത് നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനേ പറ്റൂ. കുറെ വാദങ്ങൾ വരുമ്പോ അതിന്റെ എതിർവാദങ്ങള് അത് കുറെ കൂടി ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാനേ പറ്റൂ. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്തെന്താ വെച്ചാല് ഒന്നുകൂടെ നമ്മൾ ആ ടെക്സ്റ്റ് ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ കൂടല്ലൂർ എന്ന് പറയുന്നത് ഒരു വീടിന്റെ പേരും സംഗമഗ്രാമം എന്ന് പറയുന്നത് ഒരു നാടിന്റെ പേരുമാണ്. ഈ കൂടല്ലൂർ മനയിരിക്കുന്ന നാട് വാവനൂർ എന്ന് പറയുന്ന സ്ഥലമാണ്.
കൂറ്റനാട് വാവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ നാടിരിക്കുന്നത്. ആ നാടിന്റെ പേര് നാഗലശ്ശേരി എന്നൊക്കെയാണ് ആ നാടിന്റെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു പേരൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് ബഹുളാധിഷ്ഠിത വിഹാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇല്ലം എന്നാണ്. ആ പേരിനെ, ഇല്ലത്തിനെ വിശേഷിപ്പിക്കുന്നത് ബഹുളാധിഷ്ഠിത വിഹാരം എന്നാണ്. ബഹുളം എന്ന് വെച്ചാൽ ഇലഞ്ഞി, അധിഷ്ഠിതം എന്ന് വെച്ചാൽ ഇലഞ്ഞി നിൽക്കുന്നത്, ഇലഞ്ഞിയുള്ളത്, വിഹാരം പള്ളി. അപ്പൊ ഇലഞ്ഞിയുള്ള പള്ളി എന്ന് പറയുന്നത് ഇരിങ്ങാടപ്പള്ളി എന്ന് പിന്നീട് മാറ്റപ്പെട്ടതായിരിക്കാം എന്നാണ്. അങ്ങനെയാണ് ഉള്ളൂരും മറ്റേ അച്യുത പിഷാരടിയും ഒക്കെ അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷെ ഈ സാധനത്തിന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കൂടല്ലൂർ വാദം ഉന്നയിക്കുന്നവർ പറയും ഈ മനക്കാര് ഇവിടെ വന്നിട്ട് 350 വർഷത്തെ പഴക്കേ ആയിട്ടുള്ളൂ, അവര് അതിനപ്പുറത്തേക്ക് ഒരു പഴക്കം ഈ മനക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ബൗണ്ടറി വാളിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ചുകൂടി അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ശിലാലിഖിതം നമുക്ക് നമ്മൾ 2 ലിഖിതം ഞാൻ അവിടെ നിന്ന് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ 2 ലിഖിതം, ഒരെണ്ണം അവിടെ ശ്രീകോവിലിന്റെ അടിയിൽ തറയിലുണ്ടായിരുന്നത്, അമ്പലത്തിന്റെ തറയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് എഴുതുന്നത് ഇരിങ്ങാട്ടിടപ്പള്ളി ഇല്ലംവക ചിരികോവിലും അതിട്ടാനവും തളമും എന്നാണ് വട്ടെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ പീരീഡ് 11-ാം നൂറ്റാണ്ടാണ്. രണ്ടാമത്തെ ലിഖിതം നേരെ മുന്നിൽ ഒരു മണ്ഡപത്തിൽ നിന്നാണ് കിട്ടണേ. അത് 1460-കളിലെയാണ് ആ ലിഖിതം വരുന്നത്. അതിൽ ഇരിങ്ങാടപ്പള്ളി, ആദ്യത്തിൽ ഇരിങ്ങാട്ടിടപ്പള്ളി എന്നാണ്, രണ്ടാമത്തെ വരുമ്പോ ഇരിങ്ങാടപ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നാണ്. സമയം മാറുമ്പോൾ ഉള്ള ഒരു മാറ്റം, ഭാഷയ്ക്ക് വരുന്ന ഒരു മാറ്റം. ഇതിന്റെ രണ്ടിന്റെയും പീരീഡ് നോക്കുമ്പോൾ 11-ാം നൂറ്റാണ്ടിന്റെയും ഈ 15-ാം നൂറ്റാണ്ടിന്റെ ഇടയിലാണ് മാധവൻ. അപ്പൊ മാധവന് മുൻപും മാധവന് ശേഷവും ആ മന അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനേ വരും. ചരിത്രമല്ലേ, നമുക്കിങ്ങനെ ഇത് മാധവന്റെ മന എന്ന് പറഞ്ഞ നെയിം ബോർഡൊന്നും അവിടെ ഇല്ല. എന്തുകൊണ്ടായിരിക്കും മാം ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ എനിക്കറിയില്ലായിരുന്നു, ഞാൻ മാത്തമാറ്റിക്സ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ, പിന്നെ ഡിഗ്രിക്ക് നമ്മൾ വളരെ കുറച്ചല്ലേ പഠിക്കുന്നുള്ളൂ. പക്ഷെ എവിടെ പോലും ഞാൻ ഇപ്പോൾ മാധവ ന്യൂട്ടൺ സീരീസ്, മാധവ ഗ്രിഗറി സീരീസ് ഞാൻ കേട്ടിട്ടില്ല. മാം ഒരിക്കൽ പറയുന്നിടത്താണ് ഞാനിതിങ്ങനെ ഇത്രയൊക്കെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരാള് നമ്മുടെയൊക്കെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇപ്പൊ നമ്മൾ ചെറുശ്ശേരി ജനിച്ച വർഷം മുതൽ, അല്ലെങ്കിൽ ചെറുശ്ശേരി ഉണ്ടായിരുന്ന കാലഘട്ടം നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലിപ്പോ എഴുത്തച്ഛന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാധവനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ എന്തായിരിക്കും മലയാളിക്ക് വന്നത്? ശരിക്കും അത് ഒറ്റ ഒരു വാക്കിലൊന്നും പറയാൻ കഴിയുന്ന കുറുകെ കാരണങ്ങളുണ്ട്. നമുക്ക് ഒതുക്കി പറയാനൊന്നും കഴിയുന്ന ഒന്നല്ല. പ്രധാനപ്പെട്ട ഒരു കാരണം ഒരുമിച്ച് പറയാനാണെങ്കിൽ, ഒന്ന് ഒതുക്കി പറയാനാണെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ഒരു മറുപടിയാണ്. കാരണം കൊളോണിയൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊളോണിയൽ എഡ്യൂക്കേഷൻ ആണ്. ഇത് നമ്മളുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ ഒരു ലീനിയേജിനെ മുറിച്ച് കളഞ്ഞുകൊണ്ട് 1 എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച ഒരു സിസ്റ്റമാണ്. അപ്പോ നമ്മൾക്ക് ഒരു തുടർച്ച നഷ്ടപ്പെട്ടു. കാരണം ഈ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിലേക്ക് നമുക്ക് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാ. നമ്മൾ ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നൊരു സംഭവമല്ല. ഈ ഒറിജിനേറ്റ് ചെയ്ത് വന്നിരുന്ന ഒരു സാധനം ഡീപ്പർ ലെവലിൽ റിസർച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളുടെ അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കിത് സാർവത്രികമായിരുന്നില്ല, വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. മിഷണറിമാര് വന്ന് നമുക്ക് എല്ലാവർക്കും വിദ്യ തന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസം സാർവത്രികമാക്കി എന്നുള്ളതിനപ്പുറത്ത് അവരാണ് നമുക്ക് അറിവ് തന്നത് എന്നുള്ള അർത്ഥത്തിന് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന്റെ അത് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അറിവ് നമ്മളിൽ നിന്ന് പോയി ഒരു ട്രാക്ക് മാറി ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് വന്ന് വേറൊരു കുപ്പിയിലൂടെ ഇത് ഇപ്പുറത്തുകൂടെ വേറെ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ താളിയോൽ, പ്രത്യേകിച്ച് അതിനകത്ത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടി വരും. ക്രിസ്ത്യാനിറ്റിയിൽ ഏകദൈവ വിശ്വാസം, പിന്നെ പുനർജന്മത്തിൽ വിശ്വസിക്കാതിരിക്കുക, അങ്ങനെ കുറെ നിബന്ധനകൾ ഉണ്ടല്ലോ. ആ 10 കമാൻഡ്മെന്റ്സിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന സമയത്ത് അവരൊരിക്കലും ഇവിടെ ക്രിസ്ത്യാനിറ്റീനെ പ്രതീക്ഷിക്കുന്നില്ല. അത് ഇവിടെ ആണെങ്കിലോ ഞങ്ങൾ യേശുവിൽ നിന്ന് നേരിട്ട് വന്ന മാർത്തോമാ സ്ലീഹയുടെ ആൾക്കാരാണെന്നുള്ളതിലാണ് ഇവിടുത്തെ ക്രിസ്ത്യൻസ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ക്രിസ്ത്യൻസ് എല്ലാവരും ഹൈന്ദവീയമായ, ഹൈന്ദവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ പറയുന്ന സോക്കോൾഡ് ഹിന്ദു എന്ന അർത്ഥത്തിലല്ല, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കേരളീയം എന്ന അർത്ഥത്തിലുള്ള ആ ഒരു ജീവിത രീതി ഫോളോ ചെയ്തിരുന്നവരാണ് ഇവരെല്ലാവരും. ഇപ്പൊ അവരുടെ വീട്ടിലൊരു മകളുടെ ചോറൂണ് നടത്തണം. ആ വീട്ടിലെ കാരണവര് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് മോളുടെ കുട്ടിയുടെ ചോറൂണൊന്ന് നടത്തണം, ഒരു നല്ല നാള് കുറിച്ച് തരുമോ എന്നാണ് ചോദ്യം. ഈ കത്തനാര് ഒരു പലക എടുത്ത് വെച്ചിട്ട്
കവടി നിരത്താണ്. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ഒരു ടേബിളൊക്കെ ഉണ്ടാവും, നമ്പറുകൾ എഴുതിയേക്കുന്ന ഒരു പുസ്തകം. ഇത് കൊടുത്തിട്ട് ഒരു നമ്പർ തൊടൂ എന്ന് പറയും. അപ്പോൾ ഇയാൾ ഒരു നമ്പർ തൊടും. അപ്പോൾ ഈ നമ്പറിൽ തൊട്ടിരിക്കുന്ന നമ്പറിന്റെ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വേറൊരു പുസ്തകത്തിൽ ഉണ്ടാവും, വേറൊരു താളിയോലയിൽ ഉണ്ടാവും. ആ താളിയോലയിൽ നോക്കിയിട്ട് പറയും, ഓ 18 ആണല്ലേ, കടുമപ്പെട്ട മരണമാണ് കാണുന്നത്, ഇന്ന് വേണ്ട, വേറൊരു ദിവസം മതി എന്ന് പറയും. അപ്പൊ ഇയാൾ ശരി എന്ന് പറഞ്ഞിട്ട് പോകും. വേറെ ചില പൂജകൾ ചെയ്യാനുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് പറയും. ഇയാൾ ഇതനുസരിച്ച് തിരിച്ചു പോകും, മറ്റൊരു ദിവസം നിശ്ചയിക്കും. ഇത്തരം കാഴ്ചകളിലേക്കാണ് ഈ പോർച്ചുഗീസുകാർ വന്നിറങ്ങുന്നത്, മിഷണറിമാർ വന്നിറങ്ങുന്നത്. ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം കത്തോലിക്കരൊക്കെ കുഞ്ഞാടുകൾ കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നും ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കേരളീയതയെ അവർക്ക് മനസ്സിലായില്ല. ഒന്ന്, ഇത് വെച്ചിട്ട് മന്ത്രവാദം നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡില് മറ്റേ അഥർവത്തിന്റെ പ്രാക്ടീസസ് വേറെയും സ്ഥലത്ത് നടക്കണ്ടാവും. യക്ഷീനെ ഓടിക്കുന്നു, കത്തനാര് നീലിയെ പിടിച്ച് കെട്ടുന്ന കഥകള്, അങ്ങനെ പല പല സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ദുർമന്ത്രവാദത്തിന്റെ ഇത് കണ്ട് ഇവര് പേടിച്ചിരുന്നു, ഇത് ഭയങ്കര പവർഫുൾ ആണെന്നൊക്കെ ഇവര് പേടിച്ചിരുന്നു. അപ്പൊ ഇവര് ഇതിനെ ബാൻ ചെയ്തു. ഇവരുള്ള നാട്ടിൽ ഇത് വേണ്ട. അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത് വേണ്ട, തെറ്റാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി തെറ്റാണ് എന്ന് ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവര് അതിന് വേണ്ടിയിട്ടാണ് ഒരു സൂനഹദോസ് ഒക്കെ വിളിച്ചു കൂട്ടി ഈ താളിയോലകളൊക്കെ മേടിച്ച് അപ്പൊ അങ്കമാലി പള്ളിയിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളയണം എന്നൊക്കെ ആഹ്വാനം ചെയ്ത് പുസ്തകങ്ങൾ നിരോധിക്കുന്നു, ഈ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ നിരോധിക്കുന്നു. നമ്മൾ ആ സൂനഹദോസിന്റെ കാനോനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, അത് നിരോധിക്കുന്നു, ഇത് നിരോധിക്കുന്നു, മറ്റേത് നിരോധിക്കുന്നു. നിരോധനങ്ങളുടെ പട്ടികയാണ്. ഈ നിരോധിക്കുന്നത് മുഴുവനും ഇന്ന് ഹിന്ദു എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പണ്ട് ക്രിസ്ത്യനും ചെയ്തിരുന്നത്. അപ്പൊ അവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവരിതിനുള്ളിലൂടെ അവരുടെ അറിവ് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ഒരാള് ചെന്ന് പാടത്തേക്ക് വെള്ളം തുറക്കാൻ, കൃഷി തുടങ്ങാൻ എടുക്കുന്ന ആളും ഈ പറയുന്ന സ്ഥാനം നോക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അയാൾക്ക് ചിലപ്പോൾ അറിവ് കുറഞ്ഞ മനുഷ്യനായിരിക്കാം, പക്ഷെ എവിടെയോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു കണ്ണിയാണ് അയാള്. ഈ സിസ്റ്റം മുഴുവനും ഇപ്പൊ നമ്മളായാലും ഇപ്പോഴറിയാലോ, നമ്മള് ഡീപ്പർ ലെവൽ റിസർച്ച് നടക്കുന്ന ഒരു ടീം നമുക്കുണ്ടാവും. ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം, അതാണ് ഒരു പബ്ലിക് ഉണ്ടാവുക. ഇപ്പൊ നാസ റിസർച്ച് നടത്തുമ്പോഴും സാറ്റലൈറ്റ് എങ്ങനെ വിടാം എന്ന് ISRO സാറ്റലൈറ്റ് വിടുമ്പോഴും, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെങ്കിൽ യൂസ് കിട്ടുന്നത് നമ്മുടെ മൊബൈലിലാണ്. അതുപോലെ റിസർച്ചിന് വലിയൊരു വിങ് നമുക്കുണ്ടായിരുന്നു, ഇത് ഇപ്പുറത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ചെറിയ പാളിച്ചകൾ പറ്റി. അതിനെ അവര് വേറെ രീതിയിലൂടെ അവതരിപ്പിക്കാനാണ് അന്ന് നമ്മൾ തുടങ്ങിയ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രമിച്ചത്. അതിലാണ് നമ്മൾ പാളിയത്. കാരണം അതിനെ കട്ട് ചെയ്തിട്ട് അവർ 1 എന്ന് പുതിയൊരു സാധനം തുടങ്ങി. അപ്പം ബാക്കി ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു പോയിരുന്ന ആൾക്കാർക്ക് നിർബന്ധിതരായി, ഈ പുതിയ സിസ്റ്റത്തിലേക്ക് വരാൻ നിർബന്ധിതരായി. കാരണം ഇവരാണ് അഡ്മിനിസ്ട്രേഷനിൽ ഹയർ പോസ്റ്റുകൾ എത്തുന്നത്. ദിവാൻ പോസ്റ്റിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ രാജാവിന്റെ അടുത്തേക്ക് എത്തണം, ബ്രിട്ടീഷുകാരോട് സംസാരിക്കണം. കാരണം ബ്രിട്ടീഷ് റൂൾ വന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു കഴിഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് നമ്മൾ സംസാരിക്കണം, എന്നാലാണ് ഇവർക്ക് ഏതെങ്കിലും പൊസിഷനുകൾ കിട്ടുള്ളൂ. അപ്പോൾ എതിർക്കാൻ കഴിയില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യണം. അപ്പൊ ഇവർ പറയുന്ന സ്കൂളുകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പഠിക്കേണ്ട ഒരവസ്ഥ ഇവിടെയുള്ള അപ്പർ ക്ലാസ്സിന് പോലും വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അപ്പാടെ ഇത് നിരാകരിച്ചുകൊണ്ട് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് പോയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ലാതെ പോകുന്നത്. കാരണം നമ്മൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം മാത്രമാണ് നമ്മുടെ സിലബസിൽ വന്നത്. നമ്മുടെ ടാക്സോണമി, നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണയുടെ ഏത് വിഷയമായാലും, മെത്തഡോളജി ആയാലും മാത്തമാറ്റിക്സ് ആയാലും, അവിടെ എന്തുണ്ടായിരുന്നോ അതെല്ലാം ഇമ്പോർട്ട് ചെയ്യാണ് അവർ ചെയ്തത്. അവർ നമ്മളുടെ വേഷം, നമ്മളുടെ ജീവിത രീതി, ഇതൊക്കെ കണ്ട് അവർ പേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപരിഷ്കൃതരാണ്, പാതിനഗ്നരാണ് ഇവര്. നമ്മുടെ ഒരു സിമ്പിൾ വേ ഓഫ് ലൈഫ് ഉണ്ട്. ഇവിടുത്തെ രാജാവിന് പോലും വേറെ വേഷങ്ങളില്ല. രാജാവ് ഒറ്റമുണ്ട് കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ്. കൊച്ചി രാജാവൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കണ്ടപ്പോ അവർക്ക് നമ്മളുടെ ഒരു പ്രത്യേകിച്ചും പോർച്ചുഗീസുകാർക്ക് മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് ബ്രിട്ടീഷ് വന്നപ്പോൾ വേറൊരു സിസ്റ്റത്തിലേക്ക്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പിന്നെ മാറുന്നത്. അതിന്റെ ബാക്കിയിലാണ് നമ്മൾ ഇവരെയൊന്നും ടെക്സ്റ്റ് ബുക്കിൽ അറിയാതെ പോകുന്നത്. അല്ലെ, ഇപ്പൊ മാം പറഞ്ഞപ്പോഴത്തേക്കും എത്ര കാര്യങ്ങൾ, ഇപ്പൊ കടമറ്റ തച്ചനെ പറ്റി, കടമറ്റ തത്തനാരെ പറ്റി പറയുന്ന കഥകളുണ്ട്. ജ്യോതിഷത്തിൽ അഗ്രഗണ്യനായിരുന്നു എന്ന് പറയുന്ന കഥയുണ്ട്. കൊച്ചി രാജാവിനെ പറ്റി പ്രസന്നവർമ്മ മാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് മുണ്ടൂര് തോർത്തു ഇട്ടിട്ട് നടക്കുന്നത്, അമ്പലത്തിൽ പോകുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ
എത്ര അല്ലെ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ മാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ വിദേശികൾ വന്നത് കുരുമുളക് അന്വേഷിച്ചല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ശാസ്ത്രം അന്വേഷിച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് പോലും പേടിച്ചിട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇവരിത് വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ അവരത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള ശാസ്ത്രത്തെ കൂടുതൽ അവര് എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും ഈ പറഞ്ഞ പോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് അവർ എടുക്കാൻ ഞാൻ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ? എടുത്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ശാസ്ത്രത്തെ അവർ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ കുരുമുളക് അന്വേഷിച്ചല്ല അവർ വന്നത്, സയൻസ് അന്വേഷിച്ചാണെന്ന് പറയുന്ന ഒരു ആശയം സത്യത്തിൽ അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ല. അത് വില്യം ഡാൻറ്റിബിളിന്റെ ദ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ദ ഗോൾഡൻ റോഡ് ഹൗ ഏൻഷ്യന്റ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട്, ആ പുസ്തകം വായിച്ചതിന്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടത്. കാരണം നമ്മള് ആ പുസ്തകം അതും കൂടെ വായിച്ചു കഴിയുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ കാണുന്ന കുറെ മറ്റേ എന്താ പറയാ, നമുക്ക് മുറിഞ്ഞുപോയ ചില സാധനങ്ങളൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്ന വായനകളുണ്ട്. ആ പുസ്തകം പറയുന്നത് എല്ലാ ഏൻഷ്യൻ സയൻസ് ബ്രാഞ്ചസും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇത് സിൽക്ക് റൂട്ട് അല്ല, ഗോൾഡൻ റോഡാണെന്നാണ് വില്യം പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പറയുന്നത് സിൽക്ക് റൂട്ട് എന്നാണ്. ഇതൊരു വാണിജ്യ പാതയല്ല, ഇത് ഈ പാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോറിഡോറിലൂടെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിരുന്നത് സയൻസും മെത്തഡോളജിയും ആയിരുന്നു എന്നാണ്. അതുപോലെ ഫിലോസഫിയും ഇതായിരുന്നു എന്നാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 4-ാം നൂറ്റാണ്ടിലോ മറ്റോ ഫാഹിയാൻ എന്ന് പറയുന്ന ഒരു സഞ്ചാരി ഇവിടെ വന്നിട്ടുണ്ട്. അയാൾ വന്നത് ബുദ്ധമതത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ഏതോ ഒരു ടെക്സ്റ്റ് അന്വേഷിച്ചിട്ടാണ് നമ്മുടെ നാട്ടില്. അപ്പൊ ബുദ്ധമതം ഇന്ന് ചൈനയിലാണ്. അതായത് ഇതിന്റെ ഒക്കെ ഒരു ഒറിജിൻ ഉണ്ടായിരുന്നിട്ടുള്ള നാട് നമ്മുടേതാണ് എന്നുള്ളതാണ്. ഇത് അറബ് ന്യൂമറൽസ് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ സംഖ്യാസമ്പ്രദായം ഇന്ത്യൻ ന്യൂമറൽസ് ആണ് എന്ന് പറഞ്ഞിട്ട് വിദേശ കോൺഫറൻസുകളിൽ ഇപ്പൊ പേപ്പേഴ്സ് ഇഷ്ടം പോലെയാണ് വരുന്നത്. അത് അറബ് ന്യൂമറൽസ് അല്ല, ഇന്ത്യൻ ന്യൂമറൽസ് ആണ് എന്ന്. കാരണം നമ്മളുടെ ഇൻസ്ക്രിപ്ഷനുകളിലൊക്കെ ഉള്ള സൈനുകളും ഒക്കെ എടുത്തിട്ട് ഇത് അറബ്സിന്റെ അല്ല ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണം അവരത് അറബിന്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഈ അടുത്തൊരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്. കാരണം യൂറോപ്പ് ഇത് പരിചയിച്ചത് അറബിന്റെ കയ്യിൽ നിന്നാണ്. അറബ് പക്ഷെ ഇന്ത്യയിൽ നിന്നാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള ആ ട്രാക്ക്, ഇതുപോലുള്ള ചില മറ്റേ ഒരു വരകൾ കൂട്ടി വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകമാണ് ശരിക്കും എന്നെ ഒരുപാട്, അതിപ്പോ ഈ അടുത്തിറങ്ങിയ പുസ്തകമാണ്, 24-ലോ മറ്റോ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വലിയൊരു ആധികാരികത നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തരുന്ന ഒരു പുസ്തകമാണ്. നമ്മൾക്ക് എന്താ പറയാ, ഡൈയിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു, വസ്ത്രങ്ങൾക്ക് എങ്ങനെ കളർ കൊടുക്കണം, പക്ഷെ നമ്മളെല്ലാവരും വെള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ചൂട്, നമ്മുടെ തണുപ്പ്, ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ വെളുത്ത വസ്ത്രങ്ങളാണ് നല്ലത്, കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ റിസോഴ്സസ് ഉള്ളൊരു നാടാണ്. അപ്പൊ ഈ ഡൈ ചെയ്യുന്ന വസ്ത്രങ്ങൾക്ക് കൂടുതൽ കളർ വരുന്നത് നമ്മുടെ വാട്ടർ ബോഡീസിനെ മലിനപ്പെടുത്തും എന്നൊക്കെ ചില നിരീക്ഷണങ്ങൾ ചില പറയുന്നു. ഇതൊക്കെ ആരുടെയെങ്കിലും കൺസേൺ ആയിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ആരാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു ടൗൺ പ്ലാൻ ചെയ്യുന്നത് പോലെ, ഒരു സ്റ്റേറ്റിന്റെ ഒരു പ്ലാനിങ്, നമ്മൾ പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളുടെ പഴയ സംഘം ലിറ്ററേച്ചർ തൊട്ട് നമ്മുടെ ഞാറ്റുവേല കലണ്ടർ, നമ്മുടെ കാർഷിക പാരമ്പര്യം, നമ്മളുടെ റിച്വൽസ്, നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത് ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു മിഡീവൽ പീരീഡിൽ പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഡെവലപ്മെന്റ് ആണെന്നോ അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. ഇതിങ്ങനെ വന്നിട്ടുള്ള എന്താ പറയുക, എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള തുടക്കം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരുപക്ഷെ ഈ പട്ടണം പോലെയുള്ള ഹരപ്പ സിവിലൈസേഷനുകളൊക്കെ പോലെ ഇപ്പൊ കീഴടി ഇപ്പൊ വരുന്നുണ്ട്. കീഴടി ഖനനമൊക്കെ നടന്നു വരുമ്പോൾ നമ്മൾ പുതിയ വേറെ ചരിത്രത്തിന്റെ വേറെ ഡയമെൻഷൻസിലേക്കാണ്, വേറെ അത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അസ്ട്രോണമി ഏതായാലും സമസ്ത ജീവിതങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും, ഇപ്പൊ സാധാരണക്കാരന് എന്തുകൊണ്ട് അറിയില്ല എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നല്ലോ. സാധാരണക്കാരനും അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം നമ്മളുടെ മുക്കുവര് അവര് ഇപ്പൊ പറയുമ്പോ ഇപ്പൊ ഈ പറയുന്ന കാറ്റഗറി വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് ലിറ്ററേറ്റ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും സൊസൈറ്റിയിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസം കുറവ് കിട്ടുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഇന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്കിടയിൽ ജ്യോതിശാസ്ത്രം വേണമായിരുന്നു. നാവിഗേഷൻ അറിയണമെങ്കിൽ അവർക്ക് പോൾ സ്റ്റാർ അറിയണം.
കാറ്റിന്റെ പിടിക്കണമെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങണമെങ്കിൽ 5 ബോട്ട് ഇറക്കണമെങ്കിൽ എപ്പോഴാണ് വേലിയേറ്റം, എപ്പോഴാണ് വേലിയിറക്കം, വാവ് എപ്പോഴാണ്, ഇതൊക്കെ അവർക്കറിയണം. ഇത് സയൻസിന്റെ പശ്ചാത്തലം ഉണ്ടാവണം. അത് ഇത് നമുക്ക് അറിവില്ലാത്തവരായിരുന്നു എന്ന് പറയുന്നത് അത് ആ ഒരു നരേറ്റീവ് ഒരു കൊളോണിയൽ നരേറ്റീവ് ആണ്. നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതല്ലേ. അല്ല, ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മാം ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇപ്പൊ പൈ എന്നുള്ളത് 3.14 കേട്ട് ബാക്കി ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് നിജപ്പെടുത്തിയത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സംഗമഗ്രാമ മാധവനാണ് എന്നുള്ളത്. മാധവൻ മാത്രല്ല, അതായത് ആര്യഭടൻ തുടങ്ങി മാധവന് ശേഷവും അതിനകത്ത് കറക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും അധികം ആക്യുറസി വരുത്തുന്നത് മാധവനാണ്. അതിനുശേഷവും ഒക്കെ അതിന്റെ മേലെ ഇതുകൾ വന്നിട്ടുണ്ട്. അതൊരു എന്താ പറയാ, ഒരു ശിഷ്യ പരമ്പരയിലൂടെ നിരന്തരം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അറിവാണ്. പൈ മാത്രല്ല. അപ്പൊ ഇപ്പൊ മാധവൻ ഇത് എവിടെയാണ് പൈയുടെ വാല്യൂ എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാധവന്റെ ഇതുവരെ കണ്ടെടുത്ത ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇതില്ല. ഒരു ഗ്രന്ഥം കിട്ടിയിട്ടില്ല. ഇനി അതിനകത്ത് അത് ഉണ്ടോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണ് ഈ പൈയുടെ വാല്യൂ, സൈൻ പട്ടിക ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ മാധവന്റെ സൈൻ പട്ടിക, മാധവന്റെ പൈയുടെ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ്, ഇത് എഴുതപ്പെട്ടിരിക്കുന്ന കൃതി ഏതാണ്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സാഹിത്യ കൃതി എഴുതുന്ന സമയത്ത് അതിന് വർക്ക് ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല. അപ്പൊ ഇത് വർക്ക് ബുക്ക് ഫോർമുലകൾ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വർക്ക് ബുക്ക് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ, അത് ഏതാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഡോക്യുമെന്റ് ചെയ്യാതെ ഒന്നും പറ്റില്ല. എഴുത്തും കുത്തും ഒന്നും ഇല്ലാതെ ഒന്നും. കാരണം നമ്മൾ നമ്മൾ ലെക്ചർ നോട്ട് എടുക്കുന്ന പോലെയുള്ള ഓലകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് റഫ് നോട്ട്സ് എടുക്കുന്നത് താളിയോലയിൽ റഫ് നോട്ട് എഴുതിയിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും അത് എന്താ പറയാ, മാത്തമാറ്റിക്സിന്റെ ഒരു ഓല എഴുതി പഠിച്ചേക്കണ ഓല, അതിനകത്ത് കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഇന്ന് കടലാസിന് പകരം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഓല, അത്രയും നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ. അതേപോലെ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്ന ഒരു പേപ്പർ എവിടെയോ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് നേരത്തെ വട്ടെഴുത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മലയാളം അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കോഴ്സുകൾ പഠിച്ചു വരുന്ന സമയത്ത് വട്ടെഴുത്ത് പഠിക്കുന്നുണ്ടാവുമായിരിക്കാം, സംസ്കൃതത്തിന്റെ ചെറിയൊരു കുറേയൊക്കെ ഭാഗങ്ങൾ പഠിക്കുന്നുണ്ടാവും, പിന്നെ മലയാളത്തിന്റെ എവല്യൂഷൻ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ പല ഭാഷകൾ മാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കടവയാതി പോലെയുള്ള കാര്യങ്ങളൊക്കെ മാം പഠിച്ചിട്ടാണ് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കുന്നത് എങ്ങനെയാണ്? ഐ മീൻ ഇപ്പൊ കടവയാതി പഠിക്കുന്നു. ശരിക്കും പറഞ്ഞാലേ കടവയാതി ഒരു ഭാഷയല്ല, എഴുതുന്ന ഒരു രീതിയാണ്. അതൊരു എൻകോഡ് ചെയ്യുന്ന, ഇപ്പൊ നമ്മളൊരു പണ്ടത്തെ അമീർ ഖാന്റെ സിനിമയിലാണ് 143 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഐ ലവ് യു അതായത് ഒരു കോഡാണത്. ഇപ്പോഴും കുട്ടികൾക്കിടയിൽ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ എല്ലാ കാലത്തും എല്ലാവരും എന്തെങ്കിലും കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു വഞ്ചിക്കാരൻ കടത്തിന്റെ സമയത്ത് വഞ്ചി എടുക്കുന്നതിന് മുമ്പായിട്ട് വെറുതെ ഒന്ന് കൂവും, ജസ്റ്റ് ഒരു അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ടോ എന്നറിയാൻ. അപ്പൊ അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് അല്ല, ആ കടവിന്റെ അപ്പുറത്തുനിന്ന് അയാൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് വേറൊരാള് ആ കൂവലിനൊരു റിപ്ലൈ വേറൊരു കൂവൽ കൊടുത്താൽ ഇയാളെ വഞ്ചി കുറച്ചു നേരം കൂടെ വയ്ക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അപ്പൊ അയാൾക്ക് 2 പ്രാവശ്യം തുഴയണ്ടല്ലോ, 2 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇയാളെയും കൂടി കയറ്റിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ കാലത്തും നമ്മൾ ഇതുപോലെയുള്ള സയൻസ് അല്ലെങ്കിൽ കോഡുകൾ ഏത് മേഖലയിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് ഇപ്പൊ പൂക്കി നമുക്കൊരു സിമ്പിളാണ്. അപ്പൊ ഇത് ഭാഷയ്ക്കുള്ളിലും പല രീതിയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കടവയാതി ഒരു സങ്കേതം മാത്രമാണ്. ഇതുപോലെ ഭൂതസംഖ്യ ഉണ്ടായിരുന്നിട്ടുണ്ട്. പല സംവിധാനങ്ങളും ഭാഷയ്ക്കുള്ളിൽ പലതും എൻകോഡ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബന്ധകവിതകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ കണ്ടിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉണ്ട്, പല ഭാഷകളിലുണ്ട്, മലയാളത്തിലുണ്ട്. ARന്റെ ഭാഷാഭൂഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബന്ധകവിതകൾ, നാഗങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുക, അതിന്റെ ഉള്ളിലൂടെ ആ പാമ്പിന്റെ വാലിന്റെ ഷേപ്പിൽ കവിത എഴുതുക, അതായത് ഒരു വിനോദം എന്നുള്ള നിലയിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും മാം പെട്ടെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും പ്രത്യേകത ഇല്ല. അത് കാണാനാണ്. രഥബന്ധം എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അപ്പൊ അതിന്റെ ഷേപ്പ് ഒരു രഥം പോലെ ഇരിക്കും. ആ കവിത എഴുതി വെച്ചിരിക്കുന്നത് വായിക്കേണ്ടത് ആദ്യം അവിടെ വായിക്കുക, പിന്നെ ഇവിടെ വായിക്കുക, പിന്നെ ഇപ്പുറത്തേക്ക് പോവുക, പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റ് അങ്ങനെ വായിച്ചു വരും. ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കും അതിനെ. അതൊരു സ്കില്ലാണ്. പറഞ്ഞ പോലെ എന്റെ ഒരു സംശയം പറയാണ്, എല്ലാവരും മനസ്സിലാക്കാതിരിക്കാനും ആയിരിക്കും. അതും ആവാം. പക്ഷെ അവർക്കിടയിൽ ഇത്തരം കൂടുതൽ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിട്ട് അക്ഷര ശ്ലോകങ്ങളൊക്കെ
കൂടുതൽ കേമനാര എന്ന അത്തരം മത്സരങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. മനസ്സിലായി. മറ്റൊരു സാധാരണക്കാരനെ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ ഒരു പ്രാഗൽഭ്യം, തന്റെ പ്രാവീണ്യം, കേമത്വം തെളിയിക്കുക എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഈ ബന്ധകവിതയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലത് കോഡുകളായിരിക്കാം, ചിലത് ആർക്കെങ്കിലും പാസ് ചെയ്യാനുള്ള, പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവരുത്, പക്ഷെ വേറൊരാൾക്ക് മെസ്സേജ് പാസ് ചെയ്യണം, ഒരു രാജാവ് മറ്റൊരു രാജാവിനോ, അല്ലെങ്കിൽ ഒരു താക്കോലിന്റെ സ്ഥാനം എഴുതി വെച്ചിരിക്കുന്നതോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സൂചനകളോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, പലതിനും നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ ഒരു ഭാഷയ്ക്കുള്ളില് മാത്തമാറ്റിക്സിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു കടവയാതി. കടവയാതി എന്ന് പറയുമ്പോൾ ക ട പ യ, ആദിയായവ എന്നാണ് അതിന്റെ അർത്ഥം. മുതലായവ, അങ്ങനെയാണോ? മുതലായവ, ക ട പ യ മുതലായവ. അതിൽ ക ട പ യ എന്നുള്ളതിന് 1 ആണ് വാല്യൂ. എന്നുള്ള എല്ലാത്തിനോടും 1. അത് ഏത് അക്ഷരം വന്നാലും 1 ആണ് വാല്യൂ. അങ്ങനെ 1 2 3 4 5 6 9 0 വരെ ഇങ്ങനെ വാല്യൂ കൊടുത്തിരിക്കുകയാണ് നമ്പേഴ്സിന്. എന്നിട്ട് ഈ അക്ഷരമാലയിൽ അക്ഷരങ്ങൾ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് 1ന്റെ സെറ്റ്, ഇത് 2ന്റെ സെറ്റ്, ഇത് 3യുടെ സെറ്റ്, ഇങ്ങനെ അങ്ങോട്ട് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് ചില പ്രത്യേക വാക്കുകൾ ഉണ്ടാക്കിയേക്കാണ്. ആ വാക്കുകളെയാണ് നമ്മൾ എടുത്തിട്ട് ഈ കവിതയ്ക്കുള്ളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ കവിതയ്ക്ക് ഒന്നും അർത്ഥം ഉണ്ടാവില്ല, ആ കവിതയ്ക്കുള്ളിൽ ആ ഒരു സെന്റൻസിന് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു അർത്ഥം ഉണ്ടാവില്ല, പക്ഷെ ചില സെന്റൻസിന് അർത്ഥം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ മാധവന്റെ വേണോരഹത്തില് ശിവദൂതനെ പര്യാപ്ത ഹൃദയം കൊണ്ട് ഹരിച്ചിട്ട് ധൃതാലയം കൊണ്ട് പെരുക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. പെരുക്കുക എന്ന് പറയുന്ന സാധനം മാധവൻ ഉപയോഗിച്ചിട്ടില്ല, വാക്ക് അങ്ങനെയല്ല, അതൊരു സംസ്കൃതത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹരണം എന്ന് പറയുന്ന സമയത്ത് മലയാളം ടീച്ചർക്കാണെങ്കിൽ ഞാനത് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ശിവദൂതനെ ഡിവൈഡഡ് ബൈ പര്യാപ്ത ഹൃദയം എന്ന് നമ്മൾ വായിച്ചെടുക്കണം. മനസ്സിലായി. അപ്പൊ അതിന് കൊല്ലുക എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് അതിനപ്പുറത്ത് വായിക്കാം. ലഗ്ന പ്രകരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രാതശ്ചരം വണികജാതി വശാധനർണം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ കുറെ കാലം ഇത് എന്താണെന്ന് അറിയാതെ കൊണ്ട് നടന്നിടത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അർത്ഥം കിട്ടുമോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. പക്ഷെ എല്ലാറ്റിലും അർത്ഥം ആവശ്യമില്ല എന്നുള്ളൊരു സാധനം, അർത്ഥമല്ല അതിനകത്ത് പ്രസക്തമായിട്ടുള്ളത്. അതിനകത്ത് ആസ്ട്രോണമിക്കൽ നൊട്ടേഷൻസിന് വളരെ ജ്യോതിശാസ്ത്ര പദങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാവണേ. അപ്പൊ ഈ പ്രാതശ്ചരം എന്ന് പറയുമ്പോൾ വെളുപ്പാങ്കാലത്ത് സഞ്ചരിക്കുന്ന വണികജാതി, വണികർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ ആദിയായ ആൾക്കാരുടെ വശാത്, അവരുടെ കൈവശത്തുള്ള ധനം പോലെയുള്ള വസ്തുക്കൾ എന്ന് വേണമെങ്കിൽ ഞാൻ അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടി അർത്ഥം കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ ഇട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല, വർക്കാവുണ്ട്. പക്ഷെ ഈ സാധനം ധനർണം എന്ന് പറയുന്നത് ഒരു ജ്യോതിശാസ്ത്ര പദമാണ്, എന്താണ് വണികജാതി ഒരു ജ്യോതിശാസ്ത്ര പദമാണ്. ഇതൊക്കെ മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ അതിനകത്തൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് വായിക്കാൻ പറ്റും. വണികജാതിയുടെ ജ്യോതിശാസ്ത്രത്തിൽ വരുമ്പോൾ എന്താ അർത്ഥം? അതിനകത്തൊക്കെ ഓരോ സെറ്റ് ഓഫ് നമ്പർ. ഇപ്പൊ പഞ്ചബാണൻ എന്ന് പറയുമ്പോൾ 55 വാല്യൂ. ഭൂതസംഖ്യ എന്ന് പറയുന്നൊരു ഒരു കടവയാതി പോലെ തന്നെ വേറൊരു അക്ഷരസംഖ്യാ സമ്പ്രദായമുണ്ട്. അതുപോലെ ഇപ്പൊ ധനർണം എന്ന് പറയുമ്പോൾ, ധനർണം എന്നൊക്കെ പറയുമ്പോൾ ഋണം എന്നൊക്കെ പറഞ്ഞാൽ കടം നമ്മളിങ്ങനെ മാത്തമാറ്റിക്സ് ചെയ്യുന്ന അർത്ഥമല്ലേ. ഇത് ഇവിടുന്ന് 1ൽ നിന്ന്, ഇത് ഇവിടുന്ന് 10ൽ നിന്ന് കടം വാങ്ങാം. എന്നിട്ട് ഇവിടുന്ന് കിട്ടും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ലേ പഠിക്കുക. ഇംഗ്ലീഷിലാവുമ്പോൾ ഇത് ഇവിടുന്ന് സെക്കൻഡ് സെറ്റ് ഓഫ് ഇതിൽ നിന്നും നമ്മൾ ഇവിടുന്ന് ബോറോ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ ഋണബാധ്യത എന്ന് പറയുന്ന വാക്കിന് കടബാധ്യത എന്നാണ് അർത്ഥം. അതുപോലെ ധനർണം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ശിഷ്ടം വരുന്നത് ഇതാണ്. അതുപോലെ കുറെ സാധനങ്ങൾ, അതൊരു സെറ്റ് ഓഫ് മാധവന്റെ സൈൻ പട്ടികയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനൊരു മാത്തമാറ്റിക്കൽ വാല്യൂ ഉണ്ട്. അത് ഒരു താളാത്മകമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ശ്രേഷ്ഠോ നാമ വരിഷ്ഠാനാം ഹിമാദ്രിർവേദ ഭാവന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകം പോലെ വായിക്കാം. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഏതൊരു പ്രാർത്ഥനയാണോ ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കൃതം കവിതയാണോ, ഒരു ആരുടെയെങ്കിലും കാളിദാസന്റെ ഒക്കെ കവിത ശ്രേഷ്ഠോ നാമ വരിഷ്ഠാനം, നമുക്ക് താളത്തിൽ ചൊല്ലാം. പക്ഷെ ഈ പറഞ്ഞ സാധനമൊക്കെ ഈ മാധവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കൃതികൾക്ക് വേണ്ടിയിട്ട് ചാന്ദ്രവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സെറ്റ് ഓഫ് ഫോർമുലകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സൈൻ ടേബിളിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാധവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണ് ഈ ശ്രേഷ്ഠോ നാമവരിഷ്ഠാനം എന്ന് പറയുന്ന സാധനം. ഇതിന്റെ ഒരു വാക്കും 2 വാക്ക് ചേർത്തും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫോർമുലകൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ എക്സ് വൈ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ A+B² എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോൾ എക്സ് ഇവിടുന്ന് മാറ്റിയെടുത്ത് വെക്കുന്നത് പോലെ തന്നെ ഈ പദങ്ങൾ വെച്ചിട്ടാണ് ഇവര് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ കടവയാതിയിൽ നമുക്ക് 1-2 ഇപ്പോ വാക്കുകൾ മാമിന്റെ മനസ്സിൽ തോന്നിയ ഏതെങ്കിലും വാക്കുകൾ വെച്ചിട്ടേ അതെങ്ങനെയാണത് ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാമോ? അതിപ്പോ കടവയാതിയില് ഒരു കമല എന്ന് പറഞ്ഞൊരു വാക്കാന്ന് വിചാരിക്കും.
കമലയാണെങ്കിൽ കമലയുടെ വാല്യൂ വരിക, കായുടെ വാല്യൂ 1 ആണ്. കടപയാതി എന്ന് പറയുക 1 വാല്യൂ. മ 5, ല 3 എൻ്റെ ഒരു ഓർമ്മ, 3. അപ്പോൾ 1, 5, 3 എന്ന് നമ്മൾ കമലയുടെ മേലെ എഴുതി. കമല എന്ന് എഴുതി, അതിന്റെ മേലിൽ 1, 5, 3 എന്ന് എഴുതി. എന്നിട്ട് അത് വായിക്കുമ്പോൾ അങ്കാനാം വാമനോഗതി എന്ന് പ്രയോഗിക്കണം എന്ന് വെച്ചാൽ ഇടത്തോട്ട് വായിക്കണം. അപ്പൊ 3, 5, 1 മാറും കമല. അപ്പൊ കമല എന്ന് വെച്ചാൽ 351. മനസ്സിലായി. അല്ല 3 ഞാൻ വിചാരിക്കുന്നു കേട്ടോ, അത് തെറ്റിപ്പോയോ അറിഞ്ഞൂടാ. അതായത് ഓരോ അക്ഷരങ്ങൾക്കും നമ്മൾ ഇതുപോലെ നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു സംഖ്യയായി അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ലെഫ്റ്റിലേക്ക് വായിക്കണം. ഇതിങ്ങനെ തന്നെയാണ് ആയുരാരോഗ്യ സൗഖ്യം. മേപ്പത്തൂരിന്റെ കൃതിയുടെ അവസാനം എഴുതി വെച്ചിരിക്കുന്ന ഒരു വരിയാണ്, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വായിക്കാം, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഞാൻ നേരുന്നു, നാരായണീയം ഞാൻ ഇവിടെ സമാപിപ്പിക്കുന്നു എന്ന് പറയണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് ഒരു കടപയാതി വാക്കാണ്. അതൊരു എഴുതിയ കാലമാണ്. നാരായണീയം എഴുതി തീർന്ന ഡേറ്റ് ആണത്. കടപയാതിയിൽ നോക്കുമ്പോ. അപ്പൊ അതുപോലെ സംഖ്യകളെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് കടപയാതി ഉപയോഗിക്കുന്നത്. മനസ്സിലായി. ഇപ്പോ നമ്മളിപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ കമലാഹരണം വിജയം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെ, കമലയെ വിജയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈസ് ഈക്വൽ ടു നമുക്കൊരു ഡിജിറ്റ് കിട്ടും. അത് കുറെയൊക്കെ ഇതിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു വെറുതെ രസത്തിന് വേണ്ടിയായിരുന്നില്ല. ഈ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോവാം. നമ്മളൊക്കെ നിരവധി വെള്ളപ്പൊക്കങ്ങളൊക്കെ മുമ്പ് നേരിട്ടുള്ള നാടൊക്കെ തന്നെയാണ്. താളിയോലകൾ പോവാം. ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കാരണവശാലൊക്കെ നമ്മൾ എഴുതപ്പെട്ട ഏത് ഡോക്യുമെന്റ് പോയാലും മെമ്മറി പോകരുത്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഇത് പോകരുത്. അതിനാണ് വൃത്തം ചേർത്ത്, താളം ചേർത്ത്, ഗുരു ലഘു ഒക്കെ ഉറപ്പിച്ച് ഇപ്പൊ പല കൃതികളും ഞാൻ ഇപ്പൊ കണ്ടെടുത്തിട്ടുള്ള ഒട്ടുമിക്ക ശാസ്ത്രകൃതികളും, ഒട്ടുമിക്കതൊന്നല്ല എല്ലാം തന്നെയും കൃത്യമായൊരു വൃത്തം ഫോളോ ചെയ്യുന്നവയാണ്. സംസ്കൃത വൃത്തങ്ങളോ മലയാള വൃത്തങ്ങളോ ഏത് താളം പ്രാസം ഒക്കെ ചേർത്ത് വൃത്തത്തിന്റെ നിബന്ധനകൾക്കനുസരിച്ചിട്ടാണ്. കാരണം അത് ലഘു ഗുരു ഇതൊന്നും മാറരുത്. ദീർഘാക്ഷരം മാറിപ്പോയി ഡിജിറ്റ് മാറും, ഒരക്ഷരം മാറിയ ഡിജിറ്റ് മാറും. മാം, ഇപ്പൊ ഞാൻ മാമിനെ കുറിച്ച് എപ്പോൾ ചിന്തിക്കുമ്പോഴും എന്നെ റിസർച്ച് കൊണ്ട് അത്ഭുതപ്പെടുത്തിയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ആ പട്ടിക നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മാമിന്റെ പേരും ഏറ്റവും മുകളിൽ വരുന്നൊരു പേരാണ്. അപ്പോൾ എനിക്ക് മാം സംസാരിക്കുമ്പോഴും മാമിന്റെ എഴുത്തുകൾ കാണുമ്പോഴും മാം പലപ്പോഴായിട്ട് ആർട്ടിക്കിൾസ് പല മാഗസിൻസിലൊക്കെ വരുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് മാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതവും പഠനവും രണ്ടല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നായി, അതായത് നമ്മളെപ്പോഴും സ്കൂളിലാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത്, പക്ഷെ യഥാർത്ഥ പഠനം നടക്കുന്നത് സ്കൂൾ കാലവും കോളേജ് കാലവും ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് മാം. അപ്പോൾ എന്താണ് ജീവിതവും പഠനവും രണ്ടാണോ ഒന്നാണോ? എന്താ തോന്നുന്നത്? ജീവിതവും പഠനവും ഒന്നാണ്. ജീവിതവും പഠനവും രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ജീവിക്കുക തന്നെയാണ് രണ്ടിലും. പിന്നെ ഗവേഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോ നിങ്ങളിങ്ങനെ ഒരുപാട് പേരൊക്കെ പറയുമ്പോഴാണ് ഇതെന്തോ ഒരു വലിയ ഗവേഷണമാണ് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതിപ്പോ ഞാൻ മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരാളാണ് ഇറങ്ങുന്നത് എന്ന് വിചാരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായാലും ഇത് ഈ ഒരു വിവരം ഞാൻ പറയുന്നതിന്റെ പ്രത്യേകത കൊണ്ടല്ല, അവർ കേൾക്കുന്ന ഒരു ആശയത്തിന്റെ പ്രത്യേകത കൊണ്ട് അവരതിന് പിന്നാലെ പോകുന്നുണ്ട്. ഉറപ്പായും ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴും ഈ ഒരു സബ്ജക്റ്റ് അത്രയും അതിശയിപ്പിക്കുന്ന, എല്ലാ ദിവസവും നമ്മളെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിലനിർത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആ ക്യൂരിയോസിറ്റി മുഴുവൻ അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ ഓരോന്ന് തുറക്കുമ്പോഴും വലിയ 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 വിസ്മയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ടാണ് എൻ്റെ ഒരു വായന. ഞാനത് ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യാലിറ്റിയിലുള്ള ഒരു ഗവേഷണമൊന്നുമല്ല എൻ്റെ ഒരു പാഷനാണിത്. എനിക്കിത് ഇഷ്ടമാണ്. ഞാനത് ഇങ്ങനെ ഇതാണ് എനിക്ക് എന്നോട് ഒഴിവ് സമയം കിട്ടിയാൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടിരിക്കുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സമയമാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആവുന്നൊരു സമയം. അല്ലെങ്കിൽ കോളേജ് തുടങ്ങണേക്കാൾ മുമ്പ് എടുക്കുന്ന 1 മണിക്കൂർ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വർക്കിനെ ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ബെല്ലടിച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ജോലി ആരംഭിച്ചു, ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നിർത്തി. പക്ഷേ ജോലി ചെയ്യണമെങ്കിൽ ഈ 2 ബെല്ലിൻ്റെ ഇടയിലുള്ള സമയം മാറ്റി വെക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് റിസർച്ച് നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അത് ജീവിതമാണോ എന്ന് ചോദിച്ചാൽ ജീവിതമാണ്. മറ്റേത് നമ്മൾ
എന്താ പറയാ, ആ പറയുന്ന ജോലിക്കുള്ളിൽ നിർഭാഗ്യവശാൽ നമുക്കതിനകത്ത് പലപ്പോഴും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലം, ഇപ്പോഴത്തെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ, ഇതിനകത്ത് ചിലപ്പോൾ നമുക്കൊരു എൻജോയ്മെന്റ് കണ്ടെത്താൻ കഴിയാതെ പോകുന്നുണ്ടാവാം. പക്ഷെ ഇത്തരം എക്സ്ട്രാ നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ഡോക്യുമെന്റ് ഒക്കെ കിട്ടിയപ്പോൾ ഇപ്പൊ എന്നെ വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു സാധനം, ഒരു ടെക്സ്റ്റ് മാധവന്റെ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണെന്നാണ് വിചാരിക്കുന്നത്. ആ കൃതിയിൽ മാധവനെ കോട്ട് ചെയ്യുന്നുണ്ട്, മാധവന്റെ പേര് ആ കൃതിയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൃതിയുടെ ഒരു കണ്ടന്റ് ആണ് ഇപ്പൊ എന്നെ വിസ്മയിപ്പിക്കുന്നത്. കാരണം മാധവൻ എന്തുകൊണ്ട് വിസ്മരിക്കപ്പെട്ടു എന്നൊരു ചോദ്യം എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു. അതിന്റെ ഒരു കാരണം ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ കണ്ടെത്തുന്ന ഒരു കാരണത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനും കൂടി തരുന്ന ഒരു ടെക്സ്റ്റ് ആണത്. രണദീപിക എന്നാണ് ആ ടെക്സ്റ്റിന്റെ പേര്. ആ ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുന്നത് യുദ്ധം എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം, യുദ്ധത്തിന് എങ്ങനെയൊക്കെ നമ്മൾ തയ്യാറെടുപ്പുകൾ വേണം, ഇങ്ങനെ കുറയുന്ന കാര്യങ്ങൾക്കൊക്കെ ജ്യോതിശാസ്ത്രത്തിന് എന്ത് ചെയ്യാനുണ്ട്. മാനുവൽ പോലെ ഒരു സാധനമാണ് രണദീപിക. വാക്കാ തന്നെയാണ് രണദീപിക. ഇത് രാജാവിന് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റാണ്, അന്നത്തെ രാജാവിന്. അപ്പൊ എന്തിനാണ് യുദ്ധത്തിന് വേണ്ടി ഇത്രയധികം പ്രിപ്പറേഷൻസും പ്രിക്കോഷൻസും ഒക്കെ നമ്മൾ പൊതുസമൂഹത്തെ എങ്ങനെ സജ്ജരാക്കാം, എങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം, ഇങ്ങനെ ഒരു സാധനം രാജാവിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വളരെ രാഷ്ട്രീയമായ അസ്ഥിരത നേരിട്ടിരുന്ന ഒരു കാലമായിരുന്നു എന്ന് കൂടിയാണത്. മാധവൻ എന്തുകൊണ്ട് പോപ്പുലറൈസ് ചെയ്യപ്പെടാതെ പോയി എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ചിലപ്പോൾ ഒരു ഉത്തരമായിട്ട് വരാവുന്ന ഒരു കാര്യം കൂടിയാണ്. ആ സമയത്തെ മറ്റേ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന, മഹോദയപുരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഒരു പ്രതാപം നഷ്ടപ്പെടുന്നു. അത് രാഷ്ട്രീയപരമായ അസ്ഥിരതയിലേക്ക് കൂടി മാറുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. 1341 വെള്ളപ്പൊക്കം പോലെയുള്ള ഭീകരമായ ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആര് പറഞ്ഞാലും തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം അനുസരിക്കരുത്. നമ്മൾ ഇന്ന് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും വിപ്ലവം എന്ന് പറയുന്ന അധ്യാപകര് കുട്ടികളോട് പറയുന്ന ഒരു സാധനമാണ്, എന്തിനാണ് എന്നെ ബഹുമാനിക്കുന്നത്, ഞാൻ പറയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ തിരുത്തു എന്നൊക്കെ പറയുന്ന ഹീറോ ഇമേജ് ഉള്ള ഇപ്പോഴും അങ്ങനെയുള്ള അധ്യാപകർക്ക് ഹീറോ ഇമേജ് കൊടുക്കുന്ന കാലമാണ് നമ്മളിപ്പോ. ഇത് 14-15 നൂറ്റാണ്ടിലെ ഒരു ടെക്സ്റ്റാണ് ഈ പറയുന്നത്. അതായത് സ്വർണം, ഞങ്ങൾക്ക് ശരിക്കും മറന്നു ഞാനത്, അതിനോട് സഹവസിച്ച് കഴിഞ്ഞാൽ കാക്കയ്ക്ക് പോലും അതിന്റെ ഒരു ഗുണമുണ്ടാവും എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് പോലും അറിവുള്ള ഒരു കാലമായിരുന്നു അത് എന്നുള്ളതിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ് അത്. ഇത് യുക്തിയെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, സയന്റിഫിക് ടെമ്പറിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രബോധം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഈ ലീനിയേജിലുള്ള ആളുകൾ വിളിക്കുന്ന പേരാണ് യുക്തി. അവരുടെ മിക്ക കൃതികളുടെയും പേര് യുക്തി ദീപിക, യുക്തി ഭാഷ, ഇങ്ങനെ ഓരോ പേരിട്ടിട്ടാണ് ഓരോ പുസ്തകങ്ങൾ വിളിക്കുന്നത്. റേഷണൽ എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ്. റീസണിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് അവരുടെ ഇമ്പോർട്ടൻസ്, റിലീജിയൻ അല്ല. മനസ്സിലായി. അവര് കൊടുക്കുന്ന വില മറ്റേതിനാണ്, യുക്തിക്കാണ് അവർ കൊടുക്കുന്ന വില. പക്ഷെ അവർക്ക് ബിലീഫ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും അവരുടെ ഫോക്കസ് ഇഷ്ടദേവതാ സ്തുതിയും അല്ലെങ്കിൽ ആചാരം, അത് വേറൊരു സ്ട്രീം ഉണ്ട്. പക്ഷെ ഈ സയൻസ് ടെക്സ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് യുക്തിയാണ്. ഇപ്പൊ മാധവന്റെ തന്നെ കൃതിയിൽ എങ്ങനെ ഓൺ പൊസിഷൻ കണ്ടെത്താം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് സ്വന്തം ലോജിക് ഉപയോഗിക്കണം എന്ന് കൂടിയും ആ കൃതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വീണ്ടും സംഗമഗ്രാമ മാധവന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ചോദിക്കുകയാണ്, മാം എപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഗോളവാദ. അപ്പൊ അതിന്റെ അന്വേഷണം എവിടം വരെ എത്തി, നമുക്ക് അത് കിട്ടുമോ എന്നാണ് അതിന്റെ ഒരു കാരണം. ഞാൻ കേട്ടിരിക്കുന്ന വെച്ചിട്ട് മാം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അത് ശരിക്കും പറഞ്ഞൊരു മാസ്റ്റർ പീസ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ നമുക്കത് കണ്ടെടുക്കാൻ സാധിക്കുമോ, നമ്മളെ മലയാളികളുടെ അഭിമാനമാണ്. അതായത് മാധവന്റെ ഗോളവാദ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗോളവാദ എഴുതിയ മാധവൻ, ഗോളവാദയുടെ പേരിലാണ് ഇദ്ദേഹം ഗോളവിത്ത് മാധവൻ എന്നൊക്കെയാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അതായത് മാൻ ഓഫ് സ്പിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് പറയുന്ന സമയത്ത് ഇവരെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവരുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളെ ഓർമ്മിക്കുന്നത്. ഒരു പക്ഷേ അയാൾ ഡയറക്റ്റ് ശിഷ്യൻ പോലും അല്ല, ശിഷ്യന്മാരുടെ ശിഷ്യൻ പോലും മാധവനെ കുറിച്ച് എഴുതുന്ന സമയത്ത് പറയേണ്ടി വരുന്നൊരു സമയത്ത് ഗോളവാദ എഴുതിയ മാധവൻ എന്നാണ്. പക്ഷെ ആ ടെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. അത്ര പ്രധാനമല്ലാത്ത ടെക്സ്റ്റുകൾ എന്ന് പറയുന്ന ടെക്സ്റ്റുകളിലാണ്
അത് കണ്ടെത്തി അതിന്റെ കണ്ടന്റ് പുറത്തു വന്നതിലാണ് ഈ വേൾഡ് ലെവൽ മാത്തമാറ്റിക്സ് അങ്ങനെ തന്നെ തകടം പറഞ്ഞ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സീരീസുകളൊക്കെ റീനെയിം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആ ഗോളവാതയിൽ ഉണ്ടാവുക എന്നുള്ളത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വേണുആരോഹം എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂണിനെ പറ്റി അല്ലെ? കമ്പ്യൂട്ടേഷൻ ഓഫ് ട്രൂ മൂൺ ആണ് വേണുആരോഹം. അതായത് ഒരു മുള കൊണ്ട്, വേണുആരോഹം എന്ന് വെച്ചാൽ മുളയേറ്റം എന്നർത്ഥം പറയാം. വേണു ബാമ്പു ആണ്. ഒരു മുളയുടെ ഇപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മളൊരു മുള ചന്ദ്രനിലേക്ക് ചാരി വെക്കുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ 2 കവരങ്ങളിലൂടെ, മുള ഇങ്ങനെ ഓപ്പോസിറ്റ് കവരങ്ങളിലാണല്ലേ മുളയ്ക്കുക, അതിന്റെ 2 കവരങ്ങളിലൂടെ സമയം ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലൂടെ സഞ്ചരിച്ച് 28 ദിവസങ്ങൾ കൊണ്ട് ഒരു ചാന്ദ്രമാസം കൃത്യമായി നിശ്ചയപ്പെടുത്തുന്ന പുസ്തകമാണ് വേണുആരോഹം. അതിന്റെ പട്ടികയാണ് അതിന്റെ കാൽക്കുലേഷൻ ആണ് വേണുആരോഹ പട്ടിക. അതിനാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ട്രൂ മൂൺ എന്ന് പറയുന്നത്. നമുക്ക് 28 എന്ന് പറയുന്നത് നമുക്ക് വളരെ, നമ്മളുടെ മലയാളം കലണ്ടർ എടുത്ത് നോക്കൂ, നമുക്ക് 28 ദിവസങ്ങളാണ് നമ്മുടെ കലണ്ടറിൽ. ജൂലിയൻ കലണ്ടറിലാണ് നമുക്ക് ഈ പറഞ്ഞ മറ്റേ 30, 31 വരുന്നത്. അപ്പൊ ഈ അതുകൊണ്ടാണ് നമുക്ക് ലീപ്പ് ഇയർ ഒക്കെ വരുന്നത്. മറ്റേ ഫെബ്രുവരിയിൽ ചില ദിവസങ്ങളിൽ 28, ചില വർഷങ്ങളിൽ 29, 4 വർഷം കൂടുമ്പോൾ 29 വരുമ്പോൾ ഇതൊക്കെ നിജപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊല്ലവർഷ കലണ്ടർ, മലയാളം കലണ്ടർ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരുന്നു. ഇന്ന് പക്ഷെ അതിനകത്തൊന്നും അത് നിജപ്പെടുത്തണം. കാരണം ഓരോ പ്രാവശ്യവും സൂര്യന്റെ ഭ്രമണപഥത്തിലും ഭൂമി സൂര്യനെയും ഒക്കെ ചുറ്റുന്നുണ്ടല്ലോ. ഇതിനൊക്കെ വേരിയേഷൻസ് സംഭവിക്കും, ഡിഗ്രിയിലൊക്കെ വ്യതിയാനങ്ങൾ വരും. ഇതനുസരിച്ച് ഈ കലണ്ടർ പരിഷ്കരിക്കണം. ഇന്ന് അതറിയുന്ന ആളുകൾ നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. കാരണം ഈ കലണ്ടർ പരിഷ്കരണം ഇന്ന് നടക്കുന്നില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സായന കലണ്ടറും നിരയന കലണ്ടറും ഒക്കെ പറഞ്ഞിട്ട് പല കലണ്ടർ സിസ്റ്റങ്ങളും നമുക്കുണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് നക്ഷത്രങ്ങളുടെയും ഒക്കെ നിലവെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷു ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വിഷു എന്ന് പറയുന്നത് വിഷുവം എന്ന് പറയുന്ന വെർണൽ ഇക്വിനോക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വിഷു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. തുലാദി വിഷുവം, മേടാദി വിഷുവം എന്നൊക്കെ പറയുന്നതിൽ മേടാദി വിഷുവമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മേഷാദി എന്നൊക്കെ പറയുന്ന അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിഷുവം എന്ന് പറയുന്നത് ഇക്വിനോക്സ് ആണ്, സമരാത്ര ദിനങ്ങൾ. 2 വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് സമരാത്ര ദിനങ്ങളാണ്. രാത്രിയും പകലും ഈക്വൽ ആയിരിക്കും. അത് ഒന്ന് സെപ്റ്റംബർ 22-നും മറ്റേത് മാർച്ച് 20-നുമാണ് നടക്കുന്നത്. അപ്പൊ ആ മാർച്ച് 20-ന്റെ വിഷുവാണ് നമ്മൾ വിഷുവായി പണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്കത് ഏപ്രിൽ 14-ലും 15-ലും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിഷുവിന് കണിക്കൊന്ന ഇന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതിന്റെ റീസൺ ഇതാണെന്നല്ലേ, എവിടെ കണിക്കൊന്നാന്ന് ചോദിക്കുന്നതല്ലേ. അയ്യോ മാം അതുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയും കൂടി പെട്ടെന്ന് ആലോചിച്ചുവാണ്. മാമിന്റെ അടുത്ത് ഇരിങ്ങാലക്കുടയിൽ തന്നെ ഒരു സ്ഥലത്ത് താളിയോലകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാം ആദ്യം പിടിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടിച്ചെന്നപ്പോഴേക്കും മൊത്തം ചിതലരച്ചു പോയി. അത് അതിനകത്തൊരു തിരുത്തുണ്ട്. അത് ഞാനല്ല, അത് എന്റെ കഥയല്ല. അത് ശരിക്കും കെ വി ശർമ്മ പറഞ്ഞൊരു കഥയാ. കെ വി ശർമ്മയുടെ ഒരു പുസ്തകത്തിനുള്ളിൽ അദ്ദേഹം മറ്റേ ഗോളവാദം ഒരു സ്ഥലത്തുണ്ടെന്ന് അദ്ദേഹത്തോട് ഒരാൾ പറയാണ്. അദ്ദേഹം ഗോളവാദം അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരാളാ. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ പറയാണ്, ഇന്ന സ്ഥലത്ത് എളങ്കുന്നപ്പുഴ മനക്കില്, എറണാകുളത്തുള്ള എളങ്കുന്നപ്പുഴ മനക്കില് ഇങ്ങനൊരു ഇല്ലത്ത് ഇങ്ങനൊരു ഗ്രന്ഥം ഉണ്ട് എന്ന് അറിഞ്ഞു. അദ്ദേഹം ഓടി വന്നു, തുറന്നു നോക്കുമ്പോൾ ആ പെട്ടി അപ്പാടെ ചെതലിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ സങ്കടപ്പെട്ടു എന്ന് അദ്ദേഹം ദ ഹിന്ദു അസ്ട്രോണമി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാൻ കോട്ട് ചെയ്തതാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം, എന്റെ അനുഭവം അല്ല അത്, ശർമ്മയുടെ ഒരു ഇതിനെ ഞാൻ കോട്ട് ചെയ്തതാണ്. പക്ഷെ ഈ ഗ്രന്ഥം കിട്ടാൻ സാധ്യതയുണ്ട്, ഗോളവാദ കിട്ടും. കാരണം വേണുആരോഹത്തിന്റെ തന്നെ 4 ഫിസിക്കൽ കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾക്കും നിരവധി കോപ്പികൾ അവൈലബിൾ ആണ്. വേറെ ഏതെങ്കിലും പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റലോഗ് മിസ്സായിട്ടോ അങ്ങനെ അജ്ഞാത കർത്തൃകം. ഞാൻ ഈ ലഗ്നപ്രകരണം തന്നെ കണ്ടെത്തുന്നത് ആദ്യം ഞാനൊരു ഒരു നോട്ട് പുസ്തകത്തിൽ പകർത്തി എഴുതിയ രീതിയിലാണ് ഞാൻ ലഗ്നപ്രകരണം ആദ്യം കണ്ടെത്തുന്നത്. അത് കാറ്റലോഗ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അജ്ഞാത വിഷയം ജ്യോതിഷ വിഷയം അജ്ഞാത കർത്തൃകം. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ആ കാറ്റലോഗ് കണ്ടാൽ. കാരണം ഇത് ജ്യോതിഷമല്ല, മാധവൻ ജ്യോത്സ്യനല്ല, അയാളൊരു അസ്ട്രോണമർ ആണ്. ജ്യോതിശാസ്ത്ര വിഷയം എന്ന് എഴുതിയിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ പണ്ട് എല്ലാറ്റിനെയും ഇങ്ങനെ ഒരു പേരിലാണ് പറഞ്ഞിരുന്നത്. എല്ലാം ജ്യോതിഷം. കാരണം ജ്യോതിഷത്തിൽ പറയുന്ന പോലെ തന്നെ പണ്ട് ഈ ഒരു പിന്നെ അത് വായിച്ച് കാറ്റലോഗ് ചെയ്യുന്ന ഒരാളുടെ അറിവും അതിനകത്ത് വളരെ പ്രധാനമാണ്. പിന്നെ അജ്ഞാത കർത്തൃകം, അതിനകത്ത് എവിടെയും അയാളുടെ പേര് കാണുന്നില്ല. അപ്പോ ടെക്സ്റ്റിനുള്ളിൽ എവിടെയും ഇയാളുടെ പേരില്ല. അപ്പൊ എനിക്ക് ഈ പുസ്തകം കിട്ടുമ്പോൾ ഇത് മാധവന്റേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ കണ്ടെത്തിയ ആ പുസ്തകത്തില് 6 അധ്യായങ്ങളിൽ അവസാനിച്ചേക്കാണ്. പക്ഷെ ശർമ്മ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പുസ്തകം ശർമ്മ കണ്ടിട്ടുണ്ട് എപ്പോഴോ. അതിൽ ശർമ്മ പറയുന്നുണ്ട് 8 അധ്യായങ്ങളുള്ള ഒരു ലഗ്നപ്രകരണം മാധവന്റേതായി അറിയപ്പെടുന്നുണ്ട് എന്ന് ശർമ്മ പറയുന്നുണ്ട്. ഇതിനകത്തെ ചില ശ്ലോകങ്ങൾ മറ്റു ചില കൃതികളിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന
6 അധ്യായങ്ങളിൽ വളരെ ഭംഗിയായിട്ട് ഇത് ലഗ്നപ്രകരണം സമാപ്തം ശുഭം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാധവനല്ലേ എഴുതിയത്? അല്ലല്ല, പകർത്തി എഴുതിയേക്കുന്ന ആളാണ്. അത് എല്ലാ കൃതികളിലും പകർത്തെഴുത്തുകാരന്റെ പേരുണ്ടാവും. ആണല്ലേ? അത് ആരാണോ സ്ക്രൈബ് അവരുടെ പേര് അതിനകത്ത് ഉണ്ടാവും. ഇപ്പോ ലഗ്നപ്രകരണം എന്ന് തോന്നുന്നു, അതിന്റെ അവസാനം സ്ക്രൈബ് ഇങ്ങനെയാണ്: കാരാരണ്യാധിവാസേന കൈലാസേനാൽപബുദ്ധിന ലഗ്നപ്രകരണം ജേതൽ പുസ്തകം ലിഖിതം ശുഭം എഴുതിയിട്ടുണ്ട്. കാരാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത്, കാരക്കാട് മനയാവാം, കാരക്കാട് എന്നുള്ള സ്ഥലവും ആവാം, സ്ഥലത്തുള്ള കൈലാസൻ എന്നു പേരുള്ള അല്പബുദ്ധിയായ എന്ന് വെച്ചാൽ എളിമ കൊണ്ട് പറയുന്നതാണ്, ഞാൻ ലഗ്നപ്രകരണം എന്ന പുസ്തകം എഴുതുന്നു, സമാപ്തം ശുഭം, കരകൃതം അപരാധം പൊറുക്കണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 6ാമത്തെ അധ്യായത്തിൽ അത് വൈൻഡപ്പ് ചെയ്തേക്കുക. അപ്പൊ ഈ 6ാമത്തെ അധ്യായം ഇതിനകത്ത് എനിക്ക് മാം പറയുമോ, ഇതിന്റെ കൂടെ പറഞ്ഞു വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മാമിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കഥയാണ് ഈ 7ാമത്തെ അധ്യായം കണ്ടുപിടിച്ച കഥയുണ്ട്. കാരണം അത് വേറെ ഒന്നും കൊണ്ടുമല്ല, അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പലർക്കും അറിയാമായിരിക്കും ആ കഥ. എന്നാൽ പോലും ഞാൻ പറയിപ്പിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യന്റെ കണ്ണിലൂടെ വന്ന കണ്ണീരിന്റെ സ്നേഹമുണ്ട്, വിലയുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ആ കഥ ഒന്ന് പറഞ്ഞ പ്ലീസ്. താളിയോലകളൊക്കെ എന്റെ കയ്യിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ ആരുടെയെങ്കിലും ആണ്, എന്റെ അല്ല. എനിക്ക് സ്വന്തമായിട്ട് എന്റെ വീട്ടിലൊന്നും താളിയോലകളില്ല. എനിക്ക് സ്വന്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താളിയോല ഗ്രന്ഥം നമുക്കില്ല. അത് അങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ ഇത് കുട്ടികൾക്ക് ലാഭമായിട്ട് ഞാനത് എക്സ്പെരിമെന്റ് ഇടുകയാണ്. അവർക്ക് പ്രിസർവേഷൻ ഞാൻ പഠിപ്പിക്കണം, സിലബസിലിട്ടു. അപ്പൊ ഇത് കാണിച്ചു കൊടുക്കാനെങ്കിൽ ഒരു ഓല വേണ്ടേ? അപ്പൊ ഞാൻ ഇത് അന്വേഷിച്ച് ഇങ്ങനെ ഒരുപാട് പേരോടൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എല്ലാവർക്കും അവരുടെ ഇത് പ്രഷ്യസ് ആണ്. അത് പിന്നെ അത് ശരിയുമല്ല കാര്യം എടുത്തത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പുരാവസ്തു വിൽക്കുന്ന ഒരാള്, പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ഇത് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് സമീപിക്കുകയാണ്. ഉണ്ടോ, ഞാനൊന്ന് വന്നാൽ എനിക്ക് കിട്ടുമോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനത്തെയാണ്, അത് ഇല്ലീഗലാണ്. പക്ഷെ എന്നാലും അവരത് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു. ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുമില്ല ഇപ്പം ഞാനിങ്ങനെ എടുക്കാറൊന്നുമില്ല, ഒക്കെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കഷ്ണങ്ങളുണ്ട്, അതൊരു ചാക്കുചരടിയിൽ കെട്ടിയിട്ട് കിടക്കുന്നതാണ്. ഒരു ഗ്രന്ഥം മുഴുവനായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ അവർക്ക് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു താളിയോല ഗ്രന്ഥമായിട്ട് കിട്ടുമ്പോഴാണ് സെയിൽ വാല്യൂ ഉള്ളൂ. പടിയൊക്കെ വെച്ചിട്ട് വേണം. ഇത് ഒരു 5-6 ഓല കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. 2 സൈസിലുള്ള 2 പടിയാണ് അതിനുള്ളത്. ഒരെണ്ണം നീളം അതും അത് അതിന്റെ എല്ലാം എന്ന് മനസ്സിലാവും. നിറയെ ചെതലൊക്കെ പിടിച്ച് മണ്ണും ചെളിയും പറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഇത് പറഞ്ഞു, ഇത് ടീച്ചർ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് എനിക്ക് തന്നു. ഞാനതെടുത്ത് പിള്ളേർക്ക് എന്തെങ്കിലും ആവട്ടെ, പിള്ളേർക്ക് ഇത് ഓയിൽ ചെയ്ത് പഠിപ്പിക്കാമല്ലോ. ഇഞ്ചിപ്പിലിന്റെ തൈലം വെച്ചിട്ടാണ് പ്രിസർവേഷന്. ഇത് ഓയിൽ പഠിപ്പിക്കാന്ന് വിചാരിച്ചു ഞാൻ ഒരു ഓട്ടോനാ പോയെ. അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ താളിയോല ഏത് കായാലും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താണ് കണ്ടന്റ് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിരലോടിച്ച് ഇങ്ങനെ തുടച്ചപ്പോ തന്നെ ഞാൻ അതിനകത്ത് ആദ്യം കണ്ട വാക്ക് മൃഗകർക്കടാദ്യോ എന്ന് കണ്ടു. ഈ മൃഗകർക്കടാദ്യോ എന്നൊക്കെ പറയുന്നത് ഒരു അസ്ട്രോണമിക്കൽ നൊട്ടേഷൻ ആണ്. അത് നമുക്ക് നേരത്തെ തന്നെ മറ്റു ഈ ഏരിയയിലുള്ള കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണല്ലോ എന്ന് നമുക്ക് തോന്നി. പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ലഗ്നപ്രകരണേ സപ്തമോധ്യായ. അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം 6 അധ്യായങ്ങളിൽ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് സപ്തമോധ്യായ എന്ന് പറഞ്ഞാൽ 7ാമത്തെ അധ്യായമാണ്. ആ 7ാമത്തെ അധ്യായം ഒരു ഓലയുടെ 3-ാമത്തെയോ 4-ാമത്തെയോ വരിയിലാണ് ഇരിക്കുന്നത്. സപ്തമോധ്യായ എന്ന് പറയുന്നത് പക്ഷെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ്. കൂടുതൽ ഞാൻ വന്നു, ലാബിൽ വന്നു, ഞാൻ ഓയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ എടുത്തു നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് 3 മുതൽ, എല്ലാം കണ്ടിന്യൂസ് അല്ല, 3 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ഏതാണോ എനിക്ക് കിട്ടാത്തത് അത് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതാണ് എനിക്കത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നത്. അത് ഒരിക്കലും ഞാനത് അവിടെ നിന്ന് അങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചു പോയാൽ, ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ എല്ലാ ഗ്രന്ഥപുരകളും കയറി ഇറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇതെന്റെ കയ്യിൽ പെട്ടിട്ടില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇത് കൊണ്ടുപോളൂ എന്ന് പറഞ്ഞു തരുന്നത് ഈ എനിക്ക് കിട്ടാതെ പോയ 7ഉം 8ഉം അധ്യായങ്ങളായിരുന്നു എന്ന് പറയുന്നതിന് ഞാൻ എങ്ങനെയാണ് ഞാൻ അതിനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഇപ്പോ മാം ഇതിന് മുന്നേയും എനിക്ക് തോന്നുന്നു എവിടെ എഴുതിയപ്പോഴാണോ ഏതോ ടെക്ടോക്കിലാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മാധവന്റെ ഒരു എന്താ പറയുക, ഒരു ഗൈഡൻസോ ഒരു കാറ്റോ ഒരു സ്നേഹമോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഇനിയും മാമിന്റെ കൂടെ തന്നെ തുടരട്ടെ. ഗോളവാദ കയ്യിൽ കിട്ടുമ്പോൾ അന്ന് എനിക്കൊരു സെൽഫി നമ്മൾ ഒരുമിച്ച്, അന്ന് ഗോളവാദ കിട്ടുന്ന സെൽഫി നമുക്ക് ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട്
വളരെ നമ്മൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.